ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളത്തിലെ ഭൂമിക്ക് ചന്തമേകുന്നവർ എന്നതിലെ മുല്ല പൂത്തപ്പോൾ എന്ന പാഠഭാഗവും അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള മരുന്ന് എന്ന പാഠഭാഗവുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠഭാഗങ്ങളെല്ലാം വിശദീകരിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിലെ എല്ലാം ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഭൂമിക്കു ചന്തമേകുന്നവർ എന്നതിലെ മുല്ല പൂത്തപ്പോൾ എന്ന പാഠഭാഗം നോക്കാം. എന്തെല്ലാം ചന്തങ്ങളാണ് നമുക്ക് ചുറ്റും? എങ്ങനെയാണ് പ്രകൃതി ചന്തം തികഞ്ഞതാകുന്നത്? അടുത്തതായി അക്കിത്തം എഴുതിയ മുല്ല പൂത്തപ്പോൾ എന്ന കവിതയിലെ 4 വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. മുല്ലപ്പന്തലിലെങ്ങും കുഞ്ഞി പല്ലു മുളച്ചു, പിന്നെ പിന്നെ പല്ലുകളെല്ലാം കണ്ണുമിഴിച്ചു. അപ്പം അക്കിത്തം നമ്പൂതിരിപ്പാടിൻ്റെ 4 വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പം എല്ലാ കൂട്ടുകാരും ആ കവിതയൊന്ന് വായിച്ചു നോക്കണേ. അടുത്തതായി അവിടെ താഴെ ഒരു ചോദ്യവും കൊടുത്തിട്ടുണ്ട്. കവിത വായിച്ചപ്പോൾ എന്ത് ചിത്രമാണ് മനസ്സിൽ തെളിയുന്നത്? വരയ്ക്കൂ. അപ്പോൾ ഈ കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ചിത്രമാണ് വന്നത് മനസ്സിലെങ്കിൽ ആ ചിത്രം വരച്ച് ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കൂട്ടുകാർക്കായിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യണേ. അടുത്തത് നമുക്ക് അടുത്ത വർക്ക് നോക്കാം. അടുത്തത് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ഈ ചിത്രം നോക്കൂ. ഇതിനെ അടിസ്ഥാനമാക്കി ഒരു വിവരണം എഴുതൂ. അപ്പോൾ ഈ ഒരു ചിത്രത്തിനെ അടിസ്ഥാനമാക്കി നമ്മളോടൊരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം. കൂട്ടുകാരെല്ലാവരും ഈ ചിത്രം നന്നായി നോക്കണം കേട്ടോ. ഈ ചിത്രത്തിൽ പ്രകൃതിയുടെ രാത്രി ഭംഗി കാണാവുന്നതാണ്. ഇവിടെ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനും വള്ളിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളും മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം കണ്ട് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കുട്ടികളെയും കാണാം. വീട്ടിൽ കത്തുന്ന വെളിച്ചവുമുണ്ട്. എങ്കിലും കുട്ടി മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചത്തെ ആസ്വദിക്കുകയാണ്. നിലാവിൻ്റെ തണലിൽ മരക്കൊമ്പിലിരിക്കുന്ന മൂങ്ങയെയും കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. അടുത്തത് നമുക്ക് മരുന്ന് എന്ന് പറയുന്ന പാഠഭാഗം നോക്കാം. പുഞ്ചിരിക്കുന്ന പൂവുകൾ, വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകൾ, പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളി, അങ്ങനെ എന്തെന്തു സുന്ദര കാഴ്ചകൾ. ഇത്തരം ചന്തമുള്ള കാഴ്ചകൾ മാത്രമാണോ ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത്? ഈ കഥ വായിക്കൂ. പുഞ്ചിരിക്കുന്ന പൂക്കളും അതേപോലെ വെള്ളി വെളിച്ചം വിതറുന്ന മിന്നാമിനുങ്ങുകളും പുഞ്ചിരി പൊഴിക്കുന്ന പൊന്നമ്പിളികളും എല്ലാമാണോ ഈ ഒരു ചന്തമുള്ള കാഴ്ചകളായിട്ട് മാറുന്നത്? അതോ വേറെ എന്തെങ്കിലും ചുറ്റുപാടിനെ സുന്ദരമാക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കഥയൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ ഈ കഥയുടെ പേരാണ് മരുന്ന്. മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞു പൂമ്പാറ്റ ഉണർന്നു. എണീറ്റാലുടനെ ബെഡ് കോഫി, അതാണ് അവളുടെ ശീലം. ഊഞ്ഞാലാട്ടക്കാരി കിങ്ങിണി മന്ദാരം, സദാ സെന്റ് പൂശി നടക്കുന്ന വമ്പത്തി ചെമ്പകം, ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചി തുടങ്ങി നിരവധി പേർ കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും. ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം? കുഞ്ഞി പൂമ്പാറ്റ ആലോചിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? മഞ്ഞരളിക്കൊമ്പിലെ കുഞ്ഞു പൂമ്പാറ്റ ഉണർന്നല്ലേ. എണീറ്റാൽ ഉടനെ കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് ബെഡ് കോഫി വേണം. അപ്പോൾ അവൾക്ക് ബെഡ് കോഫി ആയിട്ട് ആരൊക്കെയാണ് നിൽക്കുന്നത്? സദാ സെന്റ് പൂശി നടക്കുന്ന വമ്പത്തി ചെമ്പകവും അതേപോലെ ചുണ്ടു ചുവപ്പിച്ച പുഞ്ചിരി തെച്ചിയും തുടങ്ങി നിരവധി പേര് കാപ്പിയൊരുക്കി കാത്തിരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് ആരുടെ കാപ്പി കുടിക്കണം എന്നാണ് കുഞ്ഞി പൂമ്പാറ്റ ആലോചിക്കുന്നത്. ഹായ്, കിട്ടിപ്പോയി, നറുക്കിട്ടെടുക്കാം. അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി ഡപ്പിയിലിട്ട് കുലുക്കി കരിയില ചിക്കുന്ന പൂത്താങ്കീരി നറുക്കെടുത്തു. ആരാ? കുഞ്ഞി പൂമ്പാറ്റ എത്തി നോക്കി. അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞു പൂമ്പാറ്റ അത് തീരുമാനിച്ചത്? നറുക്കിട്ടെടുത്തിട്ടാണല്ലേ. അവൾ ശംഖുപുഷ്പത്തിൻ്റെ തളിരിലകളിൽ എല്ലാവരുടെയും പേരെഴുതി, എന്നിട്ട് ഡപ്പിയിലിട്ട് കുലുക്കിയല്ലേ. അതിനുശേഷം കരിയിൽ ചിക്കുന്ന ആരാണ് എടുത്തത്? പൂത്താങ്കീരി ആണല്ലേ നറുക്കെടുത്തത്. അടുത്തത് സുന്ദരി മുല്ല, അത് വേണോ? അവൾ അല്പം അഹങ്കാരിയാണ്. കുഞ്ഞു പൂമ്പാറ്റയ്ക്ക് സംശയമായി. അല്ലെങ്കിൽ പോട്ടെ, ഇന്ന് അവളുടെ കാപ്പി തന്നെയാവാം. കുഞ്ഞു പൂമ്പാറ്റ സുന്ദരിമുല്ലയുടെ അടുത്തെത്തി. വെളുവെടുത്ത സുന്ദരിമുല്ല ചുകന്നിരിക്കുന്നു. അയ്യോ, ഇതെന്തു പറ്റി? ഒന്നും പറയണ്ട, ഒരു ചെങ്കണ്ണ്. സുന്ദരിമുല്ല വേദന കൊണ്ട് പുളഞ്ഞു. അങ്ങനെ കുഞ്ഞു പൂമ്പാറ്റ എടുത്തതിൽ സുന്ദരിമുല്ലയെ കിട്ടിയല്ലേ. അപ്പോൾ അത് അവൾ ചോദിക്കുന്നുണ്ട്, അത് വേണോ? അവൾ അല്പം അഹങ്കാരിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൾ കാപ്പി കുടിക്കാൻ സുന്ദരിമുല്ലയുടെ അടുത്ത് തന്നെ പോവുകയാണ്. പക്ഷേ എന്താണ്? സുന്ദരിമുല്ലയ്ക്ക് ചെങ്കണ്ണ് പറ്റിയിരിക്കുകയാണല്ലേ. ഞാനിപ്പോൾ വരാം. കുഞ്ഞു പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ അടുത്തേക്ക് ഓടി. എന്തുപറ്റി? പൂമ്പാറ്റയുടെ ഓട്ടം കണ്ട് കുറുമ്പി തേനീച്ചയും ഈച്ച ഭാഗവതരും തേൻ വണ്ടും കൂടി. ചെമ്പരത്തി വൈദ്യരെ എല്ലാവർക്കും വലിയ ബഹുമാനമാണ്. 4 തെങ്ങിൻ പൂവ്, 6 നന്ദ്യാർ വട്ടത്തിൻ്റെ മുട്ട്,
അങ്ങനെ കുഞ്ഞു പൂമ്പാറ്റ ചെമ്പരത്തി വൈദ്യരുടെ താമസം പോയി തെങ്ങിൻ പൂവ് കൊണ്ടുവന്നതിലിടക്ക് ആരൊക്കെയാണ് കണ്ടത്? കുറുമ്പി തേനീച്ചയും ഈച്ച ഭാഗവൈദ്യരെയും തേൻ വണ്ടിനെയും കൂടെ കൂട്ടിയല്ലേ. അങ്ങനെ ചെമ്പരത്തി വൈദ്യര് എന്ത് മരുന്നാണ് പറഞ്ഞു കൊടുത്തത്? 4 തെങ്ങിൻ പൂവ്, 6 നന്ദ്യാർവട്ടത്തിൻ്റെ മുട്ട്, അതേപോലെ തന്നെ കരിനൊച്ചിയിലയിലെ 1. ഇതൊക്കെ വൈദ്യര് പറഞ്ഞു തീരുന്നേണ്ട താമസം ആരാണ് തെങ്ങിൻ പൂവ് കൊണ്ടുവന്നത്? വണ്ടാണല്ലേ. തേനീച്ച നന്ദ്യാർവട്ടത്തിൻ്റെ മുട്ട് കൊണ്ടുവന്നു. കരിനൊച്ചിയിലെ കൊണ്ടുവന്നത് ഈച്ചയാണ്. വൈദ്യർ മരുന്നുണ്ടാക്കി. സുന്ദരമുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നു ചെമ്പകവും പിച്ചകവും തൊടിയിലെ മറ്റു പൂക്കളും. പിന്നീട് തേനീച്ച നന്ദ്യാർവട്ടത്തിൻ്റെ മുട്ട് കൊണ്ടുവന്നു. അതേപോലെ കരിനൊച്ചിയില കൊണ്ടുവന്നത് ഈച്ചയാണല്ലേ. അങ്ങനെ വൈദ്യര് മരുന്നൊക്കെ ഉണ്ടാക്കി. സുന്ദരി മുല്ലയുടെ അരികിൽ വട്ടം കൂടി നിൽക്കുന്നത് ആരൊക്കെയാണ്? ചെമ്പകവും പിച്ചകവും അതേപോലെ തൊടിയിലെ മറ്റു പൂക്കളും എല്ലാം സഹായത്തിന് വേണ്ടിയിട്ട് മുല്ലയുടെ അടുക്കൽ തന്നെ നിൽക്കുന്നുണ്ടല്ലേ. എല്ലാവരും ഒന്ന് മാറൂ. ചെമ്പരത്തി ശബ്ദമുയർത്തി. സുന്ദരി മുല്ലയുടെ കണ്ണിൽ മരുന്നിറ്റിച്ചു. വൈദ്യർ അവളുടെ കണ്ണിൽ നിന്നു കണ്ണുനീർ ഇറ്റിറ്റു വീണു. അങ്ങനെ എല്ലാവരെയും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ചെമ്പരത്തി ശബ്ദമുയർത്തി. അതിനുശേഷം സുന്ദരി മുല്ലയുടെ കണ്ണിൽ ചെമ്പരത്തി മരുന്നിറ്റിച്ചു കൊടുക്കുകയാണല്ലേ. അങ്ങനെ മരുന്നിറ്റിച്ചതിനു ശേഷം സുന്ദരി മുല്ലയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റു വീഴുകയാണ്. സുന്ദരിയുടെ തേങ്ങൽ കേട്ട് മുറ്റമടിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി. ചപ്പില ചിക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു. അങ്ങനെ സുന്ദരി മുല്ലയുടെ തേങ്ങൽ കേട്ടിട്ട് മുറ്റമടിച്ചു കൊണ്ടിരിക്കുന്ന കാക്കമ്മ ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്. അതേപോലെ ചപ്പില ചക്കുന്ന കോഴിയമ്മ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ ഒളിപ്പിക്കുകയാണല്ലേ. എന്തോ ആപത്ത് വരുന്ന പോലെയാണ് അവർക്കൊക്കെ തോന്നുന്നത്. ഇനി എല്ലാവരും പൊയ്ക്കോളൂ, നാളേക്ക് എല്ലാം ഭേദമാവും, വൈദ്യർ എല്ലാവരോടുമായി പറഞ്ഞു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞയക്കുകയാണല്ലേ വൈദ്യര്. നേരം സന്ധ്യയായി. സുന്ദരി കണ്ണുമിഴിച്ചു. വല്ലാത്ത നീറ്റൽ. അമ്പിളി മാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു. പിറ്റേന്നു കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ 1000 വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അങ്ങനെ സന്ധ്യാനേരമായപ്പോൾ സുന്ദരി കണ്ണുമിഴിച്ചു നോക്കി. അപ്പോൾ വല്ലാത്ത നീറ്റൽ അനുഭവപ്പെടുകയാണല്ലേ. അങ്ങനെ അമ്പിളിമാമൻ അല്പം നിലാവെടുത്ത് സുന്ദരി മുല്ലയുടെ കണ്ണിലിറ്റിച്ചു കൊടുക്കുകയാണ്. പിറ്റേന്ന് കാലത്തുണർന്നപ്പോൾ മുല്ലപ്പന്തലിൽ 1000 വെള്ളി നക്ഷത്രങ്ങൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നല്ലേ. അപ്പോൾ അവരുടെ അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ടായിരുന്നു സുന്ദരി മുല്ലയുടെ. അപ്പോൾ ഇതാണ് നമ്മളെ പാഠഭാഗം എല്ലാ കൂട്ടുകാരും നന്നായി വായിച്ചു നോക്കണേ. ഇനി നമുക്കിതിൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്താണ്? സുന്ദരി മുല്ലയുടെ കൂട്ടുകാർ ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എന്തുകൊണ്ട്? നമുക്കറിയാലേ, സുന്ദരി മുല്ലയ്ക്ക് ചെങ്കണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ടുകാരെല്ലാവരും ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തല്ലേ അവൾക്ക്. അപ്പോൾ ആ പ്രവൃത്തികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എന്തുകൊണ്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം ഇഷ്ടപ്പെട്ടു. സുന്ദരി മുല്ലയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളുടെ എല്ലാ കൂട്ടുകാരും സഹായത്തിനെത്തി. നല്ല കൂട്ടുകാർ ഇതുപോലെ എല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കൂട്ടുകാർ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതുക. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്? സുന്ദരി മുല്ലയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവളുടെ എല്ലാ കൂട്ടുകാരും അവൾക്ക് വേണ്ടിയിട്ട് സഹായത്തിനെത്തി. നല്ല കൂട്ടുകാർ ഇതുപോലെയാണ് എല്ലാവരെയും സഹായിക്കുന്നവരായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇത് വായിച്ചപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും അനുഭവം ഓർമ്മ വന്നുവോ? പറയൂ. അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ കൂട്ടുകാർക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഒരെണ്ണം ഞാനിവിടെ എഴുതി തരാം. കൂട്ടുകാരുടെ അനുഭവമാണ് കൂട്ടുകാർ എഴുതേണ്ടത് കേട്ടോ. നിങ്ങൾ ഇത്തരത്തിൽ മറ്റുള്ളവരെ സഹായിച്ച അനുഭവം പറയൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂട്ടുകാർ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ് മൂന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം അല്ലേ. അത് നമുക്ക് ഒരെണ്ണം ഞാൻ എഴുതി തരാം. അതുപോലെയാണ് കൂട്ടുകാരുടെ അനുഭവം കൂട്ടുകാർ എഴുതേണ്ടത് കേട്ടോ. ഉത്തരം ഉണ്ട്. ചെറുപ്പത്തിൽ സ്കൂളിൽ കളിക്കുന്നതിനിടയിൽ എൻ്റെ ചെവിയിൽ ആണി തറച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ ടീച്ചറെ അറിയിക്കുകയും എന്നെ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയും വളരെ വേഗം എൻ്റെ ചെവിയിലെ ആണി പറിച്ചെടുക്കുകയും വലിയ ഒരു ആപത്ത് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും അനുഭവമാണ് കൂട്ടുകാർ എഴുതേണ്ടത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനും കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. നാലാമത്തെ ചോദ്യം നോക്കാം. വമ്പത്തി ചെമ്പകം, സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുമ്പോൾ ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എന്തെല്ലാം പ്രത്യേകതകളാണ് തെളിഞ്ഞു വരുന്നത്? ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ചു പറയാൻ കഴിയും? അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് വമ്പത്തി ചെമ്പകം, സുന്ദരി മുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുന്ന ചെമ്പകത്തിനെയും മുല്ലയുടെയും എല്ലാം പ്രത്യേകതകൾ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇതുപോലെ മറ്റെന്തിനെയെല്ലാം വിശേഷിപ്പിച്ചു പറയാൻ കഴിയും? അത് നമ്മളോട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം.
ഉത്തരം വമ്പത്തി ചെമ്പകം സുന്ദരിമുല്ല എന്നൊക്കെ വിശേഷിപ്പിച്ചു പറയുന്നത് കൊണ്ട് ഇവിടെ ഈ പൂക്കളുടെ എല്ലാ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയും. വമ്പത്തി ചെമ്പകം എന്നതിൽ ചെമ്പകത്തിൻ്റെ മണവും ഭംഗിയും ഉണ്ട്. സുന്ദരിമുല്ല എന്നുള്ളത് മുല്ലയുടെ ആ ഭംഗിയും നമുക്ക് കാണാം. അപ്പോൾ ഇതുപോലെയാണ് ചെമ്പകത്തിൻ്റെയും മുല്ലയുടെയും എല്ലാം വിശേഷണം നമ്മൾ പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെളുമ്പിത്തുമ്പ, പൊന്നിൻ കോളാമ്പി, സുന്ദരി തത്ത, വെള്ളരിപ്രാവ് എന്നിങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വാക്കുകളും നമ്മൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ ഒരു കാര്യത്തിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെ അതിൻ്റെ വിശേഷണ പ്രകാരം വിശേഷിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ തന്നിട്ടുള്ളത്. ഈ പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.